നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കേരളത്തിന്റെ ഭരണകൂട മുൻഗണനകൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന ചോദ്യം സമൂഹമൊട്ടാകെ ഉയരുകയാണ്. ജനക്ഷേമ പദ്ധതികളും കർഷകരുടെ വർഷങ്ങളായി തുടരുന്ന വനം വന്യജീവി പ്രശ്നവും JB കോശി കമ്മീഷൻ റിപ്പോർട്ടും വർഷങ്ങളായി പുറത്തുവിടാതെ തടഞ്ഞുവച്ചിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി ഫയലുകൾ വെളിച്ചം കാണാതെ കിടക്കുമ്പോൾ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുവാനുള്ള ഫയൽ മന്ത്രിസഭ പോലും അറിയാതെ മിന്നൽ വേഗത്തിൽ ഒപ്പിടുന്നു. ഇത് വെറും ഭരണപരമായ നടപടിയാണോ, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ സാമ്പത്തിക കൂട്ടുകെട്ടിന്റെ സൂചനയോ? വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു. വികസനമോ കോഴയോ? സർക്കാരിന്റെ മുൻഗണന എന്ത്? ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന ആപ്തവാക്യമൊക്കെ ഉയർത്തിപ്പിടിച്ചായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ വരവ്. എന്നാൽ അതിൽ ബാറുടമകളുടെ ഫയലിലെ ജീവിതം മാത്രമേ സർക്കാർ കണ്ടുള്ളൂ. കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ജനുവരി 29 വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ച ഫയൽ ജനുവരി 31 മിന്നൽ വേഗത്തിൽ ഒപ്പിട്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കി. അതിവേഗം ബഹുദൂരം. സർക്കാർ കാര്യങ്ങളിലെ കൃത്യതയും വേഗതയും കൊണ്ട് മന്ത്രിസഭയെ പോലും അറിയിക്കുവാൻ സമയം കിട്ടിക്കാണില്ല. അതാണിപ്പോൾ പ്രതിപക്ഷമുയർത്തുന്ന വിമർശനം. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സമയം ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്റെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അല്ലല്ല, ആരായിട്ട്? ഗവൺമെന്റ് ആയിട്ടാ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവര് ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ്, ബാർ ഉടമകള് ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ബാറിന്റെ സമയം ഏകീകരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെയാ പറയണത്? ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോണത് ഞങ്ങളെങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോണത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അല്ല, ഗവൺമെന്റിന് LDFന്റെ കൺവീനർക്ക് അറിയില്ല, LDF നേതാക്കന്മാർക്ക് അറിയില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു മന്ത്രിസഭയിൽ വെക്കാതെ ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എവിടെയും വെക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അത് ആരോട് പറഞ്ഞു? പ്രതിപക്ഷത്തിന്റെ നിലപാട് ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞത്? അല്ല, എക്സൈസ് മന്ത്രിയോട് ഞാൻ എന്തായാലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. ഇത് വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതിക്കൂട്ടിൽ എക്സൈസ്, അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 1 കൊല്ലം മുമ്പാണ് വന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് അതിന്റെ അകത്ത് എന്ത് റോളാണുള്ളത്? അതൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ബാർ ഉടമകളല്ലല്ലോ അവിടെ പോയി പറയേണ്ടത്. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എക്സൈസ് മന്ത്രി. ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല. ഒരു ഫോൺ പോലും. വേറൊരു ആവശ്യത്തിന് പോലും എന്നെ ലോ മിനിസ്റ്റർ വിളിച്ചിരുന്നു. അവിടുത്തെ ക്യാൻസർ സെന്റർ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ. ഈ മന്ത്രി അടുത്ത കാലത്തെങ്കിലും എന്നെ ഒരു ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. നിയമസഭയിലും വന്ന് എന്നോട് സംസാരിച്ചിട്ടില്ല. അല്ലല്ല, അവരോടല്ലല്ലോ ഞങ്ങൾ സംസാരിക്കേണ്ടത്. ഞങ്ങൾ അവരോടല്ലല്ലോ സംസാരിക്കുന്നത്. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അറിയണമെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളോട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിടിവള്ളി അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? റോക്കറ്റ് സ്പീഡിലാണ് ചെയ്തത് ബ്രൂവറിയിൽ. എന്നിട്ട് ഇപ്പൊ കോടതി അത് സ്റ്റേ ചെയ്തില്ലേ? ഞങ്ങളെ ഇതേപോലെ തന്നെ ഞങ്ങളെ വിമർശനം ഉന്നയിച്ചല്ലോ. ബ്രൂവറി ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തൊരു കമ്പനി, ആരും അറിയാതെ ഇവിടെ വന്ന് അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബ്രൂവറി കമ്പനികൾ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഇവിടെ ഒരു ബ്രൂവറി തുടക്കാൻ പോകുന്നു. ഇല്ലേ? വന്നു തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം കോടതി ആവർത്തിച്ചില്ലേ? കോടതി സ്റ്റേ ചെയ്തില്ലേ? നടപടികൾ മുഴുവൻ സ്റ്റേ. അല്ലല്ല, ഞാൻ പറയുന്നത് ഈ സമയത്ത് പെട്ടെന്ന് ഒരു ആലോചനയില്ലാതെ, ആരുമായിട്ട് ആലോചിക്കാതെ, മന്ത്രിസഭയിൽ പോലും വയ്ക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്താണ്? ന്യായമായ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാമല്ലോ. അല്ല, അത് അവരുടെ അഭിപ്രായം. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ അറിയണേ? അല്ലല്ലേ, നമ്മളോട് സംസാരിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സമയക്രമത്തിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ടൂറിസം കേന്ദ്രങ്ങളില് ഇപ്പൊ നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലത്ത് സമയം കൂട്ടിക്കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കി. ഇത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇത് എല്ലായിടത്തും ചെയ്തിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ടൂറിസം പ്ലേസ് ആണെന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൂട്ടി അന്ന് തന്നെ ആരോപണം വന്നു. ഞാൻ രാവിലെ പറഞ്ഞു, ടൂറിസം സ്ഥലങ്ങൾ തന്നെ ടൂറിസം സെന്റർ ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അന്ന് ആക്ഷേപം വന്നു.
ഈ അവർക്ക് ബാറിന് അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തതെന്നുള്ള ആരോപണം. അത് ഞാൻ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തില്ല എന്നാണ് വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ചോദ്യം മറ്റൊന്നാണ്. ചർച്ച ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ തീരുമാനം എന്താകുമായിരുന്നു? UDF സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 29 ബാറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് അവകാശപ്പെടുമ്പോഴും അതെന്നുണ്ടായ ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട് ലൈസൻസ് നഷ്ടപ്പെട്ടതിൽ ബാക്കിയുണ്ടായിരുന്ന ബാറുകളാണെന്ന് ജനത്തിനറിയാം. പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ബാറുകളൊക്കെ പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം പരിഷ്കരിക്കുകയും ലൈസൻസ് നേടുകയുമായിരുന്നു. എന്നാൽ അതുമാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 100ഓളം പുതിയ ബാറുകൾക്കും അനുമതി ലഭിച്ചിരുന്നു. ഈ ബാറുകൾക്കെല്ലാം ഇപ്പോൾ സമയം ഏകീകരിച്ചു കൊടുക്കുന്നു എന്ന പ്രവൃത്തി മാത്രമേ ഞങ്ങളിപ്പോൾ ചെയ്യുന്നുള്ളൂ എന്നാണ് MP രാജേഷ് പറയുന്നത്. അതെല്ലാം എല്ലാ ആവശ്യങ്ങളും എല്ലാവർക്കും ഉന്നയിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇപ്പം നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഞാൻ ഒരു കണക്കാണ് പറഞ്ഞത്. ഇതൊരു വ്യവസായമാണ്. വ്യവസായമായിട്ട് ഈ ഗവൺമെൻറ് വന്ന ശേഷം വന്നതല്ല. കേരളത്തിൽ എല്ലാ കാലത്തും ഇതൊരു വ്യവസായമാണ്. ആ വ്യവസായം എന്ന നിലയിൽ 35 ലക്ഷം രൂപ ലൈസൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ വർഷവും ലൈസൻസ് ഫീ ഈടാക്കുന്നുണ്ട്. അപ്പോൾ വ്യവസായത്തിൻ്റെ നിലനിൽപ്പും പ്രധാനമാണ്. എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നൊരു വ്യവസായം. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു ഇരട്ടത്താപ്പും കാപട്യവും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ചിലരെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് പരിമിതി ഉണ്ടല്ലോ പറയാൻ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണക്ക് നോക്കൂ. തമിഴ്നാട്ടിൽ ബാറുകളും റീറ്റെയിൽ ഔട്ട്ലെറ്റും കൂടിയും ചേർന്നാൽ 5683. കർണാടകയിൽ 5539. ആന്ധ്രയിൽ 4576. ആന്ധ്ര വിഭജനത്തിന് ശേഷം കേരളത്തേക്കാൾ ചെറിയ സംസ്ഥാനമാണ് കേട്ടോ. തെലങ്കാനയിൽ 2485. കേരളത്തിൽ ഇതെല്ലാം കൂടി ചേർന്ന് ആകെ മദ്യശാലകളുടെ എണ്ണം 1379. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ 4 ഇരട്ടി തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ട്. കേരളത്തിൻ്റെ 4 ഇരട്ടി ജനസംഖ്യയില്ലല്ലോ. 4 ഇരട്ടി ജനസംഖ്യയില്ലല്ലോ. അപ്പം ഇതെന്തോ മറ്റെവിടെയും ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ, അതും ഇപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് ചെയ്തു എന്ന മട്ടിലൊക്കെ പറയുന്നത് തികഞ്ഞ കാപട്യവും ഇരട്ടത്താപ്പുമാണ്. അപ്പം ഇത് വ്യവസായം എന്ന നിലയിൽ ഇന്ത്യ മുഴുവനുണ്ടല്ലോ. ഞാനിപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഉത്തരേന്ത്യയിലേക്ക് പോയാൽ കണക്കുകൾ ഇതിനേക്കാൾ കൗതുകകരമായിരിക്കും. ഇപ്പം യാഥാർത്ഥ്യങ്ങളായിട്ട് കാണണം. കേരളത്തിൽ മാത്രമുള്ള എന്തോ ഒരു പ്രശ്നം എന്ന നിലയ്ക്ക് ഇതിനെ അവതരിപ്പിക്കുന്നത് ന്യായമല്ല. പിന്നെയോ സ്വകാര്യ സംഭാഷണങ്ങളിൽ എല്ലാവരും ഇതിനൊക്കെ അനുകൂലമാണ് താനും. അല്ല, ചർച്ചകളിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ എക്സൈസ് വകുപ്പിൻ്റെ വിഷൻ 2031 സെമിനാറിന് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ചിരുന്നു. അവരെല്ലാം പറയുന്ന നിലപാട് എന്താ? ഇതിലൊക്കെ കുറച്ചുകൂടി ലിബറൽ ആവണം എന്നതാണ് എടുക്കുന്ന നിലപാട്. നിങ്ങൾ അത് കഴിഞ്ഞാൽ ക്യാമറയുടെ മുമ്പിലും സ്റ്റുഡിയോയിലെത്തിയാൽ ഞങ്ങൾക്കെതിരെ ആക്രോശിക്കുമായിരിക്കും, അലറുമായിരിക്കും. അത് നിങ്ങളുടെ ജോലിയാണ്. പക്ഷേ ഇത് ലിബറൽ ആവണം എന്നതാണ് അഭിപ്രായം എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതിലൊക്കെ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരാളാണെന്നാണ്, ലിബറലായിട്ടുള്ള ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, വളരെ ലിബറലാണ് അദ്ദേഹം ഇത്തരം ഈ കാര്യങ്ങളിൽ. കാരണം മാറുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടെയാണ് എന്നാണ് അദ്ദേഹം പല വേദികളിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇടത് സർക്കാരിന്റെ മദ്യനയമായിട്ട് പ്രശ്നമില്ല. അതാണ് ആശങ്ക. അതിനെപ്പറ്റി ആശങ്കപ്പെടുകയോ വേണ്ട. ഇത് മദ്യവർജനം തന്നെയാണ്. മദ്യവർജനാണ്, മദ്യനിരോധനമല്ല. അതാണ് വ്യത്യാസം. വർജിക്കേണ്ടത് കഴിക്കുന്ന ആൾക്കാർ വർജിക്കുക. തീർച്ചയായിട്ടും മദ്യവിരുദ്ധ സമിതിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ പ്രവർത്തനം ഊർജിതമായിട്ട് നടത്തി ആളുകളെ പിന്തിരിപ്പിക്കുകയും മാനസാന്തരം വരുത്തുകയൊക്കെ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇപ്പോൾ CPM പോലൊരു സംഘടന മറ്റേ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ടല്ലോ മദ്യപിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ എല്ലാവരും അത്തരത്തിലുള്ള പരിശ്രമങ്ങൾ തുടരട്ടെ. ഇതൊരു വ്യവസായമാണെന്ന് ഈ സർക്കാർ കണ്ടുപിടിച്ചതല്ല. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള വ്യവസായമാണിത്.
നിങ്ങൾ ധരിക്കുന്നത് നിങ്ങൾ ജനിച്ച ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നാണെന്നാണോ? അന്നൊന്നും ഇല്ലാത്തൊരാകുലത ഇപ്പം എന്താ? ആണല്ലോ, വർജനമാണ്, നിരോധനമല്ല. അല്ല, ഇതൊരു വ്യവസായമാണ്. പിന്നെ അവൈലബിൾ ആണ് എന്നതുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിലും വേണ്ടാന്ന് തീരുമാനിച്ചാൽ മതി. അല്ലെങ്കിൽ ആരാണോന്ന് വെച്ചാൽ വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്, സമൂഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെ, മദ്യനിരോധനം സർക്കാരിന്റെ നയമല്ല. ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ടല്ലോ, നടത്തുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താ? മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഒരനുഭവം എന്നോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഞാൻ പറയാം. അതെന്തായാലും പറയുന്നതിന് പ്രശ്നമില്ല. മദ്യം നിരോധിച്ച ഗുജറാത്തിൽ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ മദ്യം സുലഭമാണ് എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ്. മദ്യനിരോധനത്തിൽ ഒരു കഥയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഈ മദ്യനിരോധനം എന്നത്. അദ്ദേഹം താമസിച്ച ഹോട്ടലിൽ. അപ്പം അദ്ദേഹം അത്ഭുതത്തോടെ ഇവിടെ നിരോധനമല്ലേ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, നിരോധനമൊക്കെ എൻ്റെ കടലാസിലുണ്ട്. നിരോധനം എന്നത് ലോകത്തെവിടെയെങ്കിലും ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. ലോകത്തെവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അല്ല, എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? അതാ പറഞ്ഞത്. അതുകൊണ്ട് മദ്യവർജനം എങ്ങനെ ഉണ്ടാവേണ്ടതാ? അതൊരു ബിഹേവിയറൽ ചേഞ്ച് ആയിട്ട് ഉണ്ടാവേണ്ടതാണ്. അല്ല, സമൂഹം മദ്യത്തിൽ നിന്ന് സ്വയം ഉപേക്ഷിക്കട്ടെ. അല്ലാത്തവരുണ്ടല്ലോ. നിങ്ങൾ സമൂഹത്തെ മുഴുവൻ അങ്ങനെ ചിത്രീകരിക്കണ്ട. തൽക്കാലം ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ എത്ര ചോദിച്ചുകൊണ്ടും മദ്യനിരോധനമല്ല സർക്കാരിന്റെ നയം. അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ നയം മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല. ഇവിടുത്തെ മദ്യവിരുദ്ധ സമിതിക്കാരൊക്കെ അതിനുള്ള പണിയെടുക്കട്ടെ എന്നാണ് മന്ത്രിയുടെ നിലപാട്. അതായത് കേരളത്തിലേക്ക് ഇഷ്ടം പോലെ മദ്യമൊഴുക്കി ഇവിടെയുള്ളവർ അതിദാരിദ്ര്യത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും പോയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി ആരെങ്കിലും അവിടെ അതിദാരിദ്ര്യമുണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ കോടികൾ മുടക്കി നടത്തിയ അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം എടുത്തങ്ങ് പൂശിക്കളയും. ഇതൊന്നും പോരാ എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മദ്യവിരുദ്ധ സമിതിക്ക് ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാം. അതിന് പിണറായി സർക്കാർ എതിരല്ലെന്നാണ് സർക്കാരിന്റെ വിശാല നയം. കേരളം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെ അണിയറയിൽ ഒരുങ്ങുന്നത് ജനക്ഷേമ പദ്ധതികളല്ല, മറിച്ച് മദ്യലോബികളെ തൃപ്തിപ്പെടുത്തുവാനുള്ള മിന്നൽ നീക്കങ്ങളാണെന്ന സംശയം ശക്തമാവുകയാണ്. ബാറുകളുടെ പ്രവർത്തന സമയം അർദ്ധരാത്രി വരെ നീട്ടിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കേവലം ഒരു ഭരണപരമായ തീരുമാനം മാത്രമല്ല, വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ടിനെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഡീലാണോ എന്ന ചോദ്യവും പൊതുസമൂഹത്തിന് മുന്നിൽ ഉയരുന്നുണ്ട്. നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അബ്കാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് മദ്യശാലകൾക്ക് രാത്രി 12 മണി വരെ സമയം നീട്ടിക്കൊടുത്ത സർക്കാരിന്റെ ഈ നയത്തെ KCBC മദ്യവിരുദ്ധ സമിതി ശക്തമായി പ്രതിഷേധിക്കുകയാണ്, എതിർക്കുകയാണ്. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഒരു നയമാറ്റം വരുത്തുമ്പോൾ ഒരു പരിധിവരെ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ അവരുടെ മുന്നണിയിലോ കൂടിയാലോചന നടത്തി ഒരു കൂട്ടുത്തരവാദിത്തോടെ നയമാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ ഇത്ര ശരവേഗത്തിൽ, മിന്നൽ വേഗത്തിൽ ഒരു നയവ്യത്യാസം വരുത്തേണ്ട അടിയന്തര പ്രാധാന്യമുള്ള കാര്യം എന്തായിരുന്നുവെന്ന് ഈ സർക്കാർ ഇവിടെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പറയുന്ന വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് കുറയുന്നു. വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ ഇവിടുത്തെ ലോക്കൽ മദ്യം കഴിക്കുന്നതാണോ? മുന്തിയ മദ്യം കഴിച്ച് കഴിയുന്ന ആളുകൾ കേരളത്തിൽ വരുന്നത് കേരളത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളുടെ വരവ് കുറയുന്നുണ്ടെങ്കിൽ അതിന് മൂല കാരണം എന്ന് പറയുന്നത് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരുടെ അക്രമത്തെ ഭയന്ന്, അല്ലെങ്കിൽ മദ്യപിക്കുന്നവരുടെ അക്രമത്തെ ഭയന്ന്, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ കടന്നാക്രമണം, അല്ലെങ്കിൽ ഈ മറ്റ് അതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ കടന്നാക്രമണമൊക്കെ ഭയന്നാണ് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാത്തത്. അതിന് മദ്യത്തിൻ്റെ ഒരു നിറം കൊടുത്ത്, അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മറവിൽ അതിനെ കൂടുതൽ മദ്യശാലകൾ അനുവദിക്കുകയും മദ്യത്തിന് കൂടുതൽ അബ്കാരികൾക്ക് കൂടുതൽ അനുകൂലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെ വോട്ടർമാർ കാണിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹപരമായ കാര്യമാണ്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ നയം
മദ്യശാലകളുടെ സമയവർധന കൊടുക്കുന്ന നയം, കൂടുതൽ മദ്യശാലകൾ അനുവദിക്കുന്ന നയം ഈ സർക്കാർ തിരുത്തിയേ മതിയാവൂ. അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഇവിടെ പറയുവാനുള്ളത്. മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് കാരണമെന്ന് പ്രചരിപ്പിച്ചവരാണ് ഇവർ. ഇപ്പം യഥേഷ്ടം അവർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 10 വർഷം മുമ്പ് 29 ബാറുകളായിരുന്നെങ്കിൽ ഇന്ന് 1000-ലധികം ബാറുകൾ അവിടെയുള്ളത്. 1000-ഓളം ബെഫ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. 4000-ലധികം കള്ള് ഷാപ്പുകളുണ്ട്. അങ്ങനെ പല ഇനങ്ങളിലായി മദ്യശാലകളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. മദ്യത്തിന്റെ ലഭ്യതക്കുറവാണ് മയക്കുമരുന്നുകളുടെ വ്യാപനത്തിന് കാരണമെന്ന് പ്രചരിപ്പിച്ചവർക്ക് ഇപ്പൊ എന്താ പറയാനുള്ളത്? ഇപ്പൊ മദ്യവും യഥേഷ്ടം കൊടുക്കുന്നു, മയക്കുമരുന്നുകളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു. വൈകുന്നേര സമയമാകുമ്പോൾ നമ്മുടെ ഇളം തലമുറ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് ഈ 5.5 രൂപയുടെയും 12 രൂപയുടെയും ഒക്കെ ഡിസ്പോസിബിൾ സിറിഞ്ച് വാങ്ങുവാൻ ഓടിയെത്തുന്നുണ്ട് എന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമകളുടെ പ്രതികരണം ഭീതി പരത്തുന്നതാണ്. അപ്പം മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഒരു ഹബ്ബായി മാറിക്കൊണ്ട് അവർ പറഞ്ഞ പ്രകടന പത്രികയോ അല്ലെ അവർ പറഞ്ഞ മദ്യ നിരോധനത്തിനോ അല്ലെ ഒരു തുള്ളി മദ്യം പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ നയത്തിനോ എതിരായിട്ട് ഘടകവിരുദ്ധമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ മദ്യവർജനം പറയുന്നു. അതിനുശേഷം മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കുന്നു. ഇത് തെറ്റായ നയമാണ്. ഇത് തിരുത്തിയേ മതിയാവൂ. മദ്യശാലകളുടെ സമയം വർദ്ധിപ്പിച്ചത് അത് തിരുത്തണം, അത് റദ്ദ് ചെയ്യണം. ഒപ്പം തന്നെ പുതിയ മദ്യശാലകൾ അനുവദിക്കുന്ന ആ നയം, ഇതിപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ പൂട്ടാൻ പോകുന്ന കട കാലിയാക്കൽ ചടങ്ങ് പോലെയാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ളതെല്ലാം വില കുറവിൽ ഓഫർ കൊടുത്ത് വിടുന്നത് പോലെ, വിറ്റഴിക്കുന്നത് പോലെയുള്ള ഒരു നടപടിയിലേക്ക് കിടക്കുന്ന പോലെ ഫീൽ ചെയ്താൽ, ആർക്കെങ്കിലും തോന്നിയാൽ അതിനെ കുറ്റം പറയാനാവില്ല. ഇതിൽ എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെ ഏതെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെ ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഇതിപ്പോൾ നയം മാറ്റം വരുവോ? ഇത്രമാത്രം പ്രതിഷേധം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ട് എന്ന് പൂർണ്ണമായ ബോധ്യമുള്ള ഒരു സർക്കാരാണ് ഇവിടെ മദ്യശാലകൾക്ക് അനുകൂലമായ, അബ്കാരികൾക്ക് അനുകൂലമായ അബ്കാരി പ്രീണനം നടത്തിയിരിക്കുന്നത്. മദ്യശാലകൾ മദ്യം അനുവദിച്ച് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനതയെ വേട്ടയാടരുതെന്നാണ് KCBC മദ്യവിരുദ്ധ സമിതിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്, സൂചിപ്പിക്കുവാനുള്ളത്, മുന്നറിയിപ്പ് നൽകുവാനുള്ളത്. സംസ്ഥാനത്തെ 886 ബാറുകൾക്കും ഇനി രാവിലെ 10 മുതൽ രാത്രി 12 മണി വരെ മദ്യം വിളമ്പാം. ബിയർ വൈൻ പാർലറുകൾക്കും ഇതേ സമയം ബാധകമാണ്. പഞ്ചനക്ഷത്ര ബാറുകൾക്ക് പുലർച്ചെ 3 മണി വരെ അനുമതി നൽകിയിരിക്കുന്നത് പ്രത്യേക പരിഗണനയാണെന്ന് തോന്നുന്നു. സമയക്രമം ഏകീകരിക്കൽ എന്ന പേരിലാണ് ബാർ ഉടമകളുടെ ഏറെക്കാലമായിരുന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചത്. കർണാടകയിൽ ബാറുകളുടെ ലൈസൻസ് പുതുക്കാൻ 6 ലക്ഷം വേണ്ടപ്പോൾ കേരളത്തിലത് 36 ലക്ഷമാണ്. അതിനാൽ കർണാടകയിലെ പോലെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 12 മണി വരെയായി ഏകീകരിക്കണമെന്നാണ് MP രാജേഷ് പറയുന്നത്. ആ രീതിക്ക് പെട്രോളിന് കർണാടകയിൽ ഇന്ന് 102 രൂപയാണ്, കൊച്ചിയിൽ ഇന്ന് 105 രൂപയും. ഇതിൽ ഒരു ഏകീകരണം സാധ്യമാണോ എന്നും സർക്കാർ വ്യക്തമാക്കണം. അല്ലാതെ തങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന കാര്യങ്ങളിൽ മാത്രം ഏകീകരണം ഉണ്ടാക്കി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉപദ്രവമാകുന്ന രീതിയിൽ നയങ്ങൾ കൊണ്ടുവരികയല്ല വേണ്ടത്. ഒരു വശത്ത് ലഹരിക്കെതിരെ പ്രചാരണം, മറുവശത്ത് ലഹരി ഒഴുകുവാൻ സൗകര്യം. ഇതിരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കുവാൻ സമൂഹത്തിനും അവകാശമുണ്ട്. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം, JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ 10 വർഷമായി നടപടിയെടുക്കാതെ തുടരുന്ന മന്ദഗതി എന്നിവ സർക്കാരിന്റെ മദ്യലോബി പ്രീണനത്തിന്റെ ഉത്തമ ഉദാഹരണമായി വേണം കണക്കാക്കാൻ. ഒരു വശത്ത് 2 ദിവസം കൊണ്ട് ഉത്തരവിറക്കുന്ന സർക്കാർ 10 വർഷം കഴിഞ്ഞിട്ടും ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്നത് അംഗീകരിക്കാനാവുന്നതല്ല. മദ്യപന്മാർ നാട്ടിൽ പെരുകുന്നത് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത്. രാത്രികാല റോഡ് അപകടങ്ങൾക്കും സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുവാനും ഇടയാക്കും. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനാണ് സമയം നീട്ടിയതെന്ന വാദവും ബാലിശമാണ്. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സംസ്കാര വൈഭവവുമാണ് വിദേശികളെ ആകർഷിക്കുന്നത്. അർദ്ധരാത്രി വരെ ബാറിലിരുന്ന് മദ്യപിക്കുവാൻ വേണ്ടിയല്ല അവർ എത്തുന്നത്. ടൂറിസത്തിന്റെ പേരിൽ മദ്യലോബികൾക്ക് വഴിവിട്ട സൗകര്യങ്ങൾ നൽകുന്നത് ദീർഘകാലത്തിൽ സമൂഹത്തെ തന്നെ ബാധിക്കും. വികസനം അളക്കേണ്ടത് മദ്യശാലകളുടെ എണ്ണത്തിലൂടെയോ അതോ മനുഷ്യജീവിതങ്ങളുടെ ഗുണനിലവാരത്തിലൂടെയോ? മദ്യം വിഷമാണെന്ന് പറയേണ്ട സർക്കാർ തന്നെ വരുമാനത്തിനായി ജനങ്ങളെ ലഹരിയിലേക്ക് തള്ളിവിടുന്നത് ജനാധിപത്യ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ല. ഈ സാഹചര്യത്തിൽ മദ്യവിരുദ്ധ സമിതികളും മതസാമൂഹിക സംഘടനകളും ഉയർത്തുന്ന പ്രതിഷേധം
ഒരു വിഭാഗത്തിന്റേതായി തള്ളിക്കളയാനാവില്ല. അത് വരും തലമുറയുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്ന ഓരോ മലയാളിയുടെയും ഹൃദയസ്വരമാണ്. ജനവിരുദ്ധവും ദുരൂഹവുമായ ഈ തീരുമാനം സർക്കാർ അടിയന്തരമായി പുനഃപരിശോധിക്കുകയും പിൻവലിക്കുകയും വേണം.